കേരളം കണ്ട ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യൻ ലിയോ 14 പാപ്പായ്ക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥനാശംസകൾ നേരുന്നു. മിഷൻ പ്രവർത്തനങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പരിചയവും അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യവും വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതാണ്. പുതിയ പാപ്പ 2004-ലും 2006-ലും കേരളം സന്ദർശിച്ചിട്ടുണ്ട്. വരാപ്പുഴ അതിരൂപതയിൽ സേവനം ചെയ്യുന്ന അഗസ്റ്റീനിയൻ സന്യാസിമാരുടെ ഭവനം സന്ദർശിക്കുവാനും അവിടുത്തെ വൈദിക വിദ്യാർത്ഥികൾക്ക് പട്ടം നൽകുവാനും ഡാനിയൽ അച്ചാരുപറമ്പിലിൻ്റെ കാലത്ത് അദ്ദേഹം ഒരിക്കലും ഇവിടെ വരികയുണ്ടായി. അന്ന് പുതുതായി നിർമ്മിച്ച സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയം കലൂർ, അവിടെ വെച്ചാണ് തിരുക്കർമ്മങ്ങൾ ഡാനിയൽ അച്ചാരുപറമ്പ് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നത്. അതിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. വീണ്ടും 2006-ലും അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ആർച്ച് ഡയസിഷൻ ഹെഡ് ക്വാർട്ടേഴ്സിലും അദ്ദേഹം വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വളരെ ലളിതമായ ഒരു ജീവിത ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരമാചാര്യ ശുശ്രൂഷ വിജയകരമാകുമെന്ന് പ്രതീക്ഷിക്കാം. പാവങ്ങളോടും പാവപ്പെട്ടവരോടും സമൂഹത്തിൻ്റെ അരികുകളിലാക്കപ്പെട്ടവരോടും പരിഗണനാർഹമായ സ്നേഹം കാണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ജീവിച്ചതുപോലെ അദ്ദേഹവും ആ വഴിയെ പിന്തുടരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാവുന്നതാണ്. അഗസ്റ്റീനിയൻ സന്യാസ സഭയുമായിട്ട് അദ്ദേഹം അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ അംഗമായിരുന്നു. ആ സന്യാസ സഭയുമായിട്ട് വരാപ്പുഴ അതിരൂപതയ്ക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ട്. കേരള സഭാ നവീകരണത്തിന് കാരണമായ ഉദയംപേരൂർ സിനഡ് വിളിച്ചു ചേർത്തത് അഗസ്റ്റീനിയൻ സഭാംഗമായ ആർച്ച് ബിഷപ്പ് അലക്സ് മെനേസിസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന് വേണം നമുക്ക് പുതിയ പാപ്പായെ വിശേഷിപ്പിക്കാൻ. തൻ്റെ ഇടയ ജീവിതം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹകരണവും ഉണ്ടാകുമെന്ന്
ന്യായമായും പ്രതീക്ഷിക്കാവുന്നതാണ്. പരിശുദ്ധ പിതാവ് ഔദ്യോഗികമായി സ്ഥാനമേൽക്കുന്ന ദിവസം നമുക്കറിയില്ല. ആ ദിവസം നമ്മുടെ ദേവാലയങ്ങളിൽ മണിയടിക്കുകയും പ്രത്യേകം ദിവ്യബലികൾ അർപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. 69 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന് ദൈവം വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് ആവശ്യമായ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ കരുത്തും കഴിവും നൽകട്ടെ എന്ന് അതിരൂപത മുഴുവൻ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു അശാന്തിയാണ് അല്ലെ, ഒരു വലിയൊരു വെല്ലുവിളിയാണ്. എങ്ങനെയത് പാപ്പ എങ്ങനെയത് കാണും, എങ്ങനെയാണ് ഇതിനുള്ള പരിഹാരം നേടാൻ സാധിക്കുമ്പോൾ സമാധാനിക്കുന്നതിലേക്ക് ഈ ലോകത്തെ നയിക്കാൻ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫ്രാൻസിസ് പാപ്പ ലോക സമാധാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ലോക നേതാക്കന്മാരെ വിളിച്ച് നേരിട്ടും ഫോണിലൂടെയുമൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പുതിയ പാപ്പയും തുടരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്ന് ലോകത്തെ നടുക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ പിതാവിന് അക്കാര്യം പ്രത്യേകം പരിഗണിക്കേണ്ടി വരും. പ്രത്യേകം അത് അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫ്രാൻസിസ് പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചില്ല എന്ന് ഒരു പരക്കം. ഫ്രാൻസിസ് പാപ്പ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഭാരത സന്ദർശനം. 2006 എന്നെ ഇവിടെ വരാപ്പുഴ തിരുപ്പതിയുടെ മെത്രാപ്പൊലീത്തയായി 2016 നിയമിച്ചപ്പോൾ ഞാൻ റോമിൽ നിന്ന് പോരുന്ന ദിവസം പരിശുദ്ധ പിതാവിനെ കാണുകയുണ്ടായി. അദ്ദേഹവുമായി ദിവ്യബലി അർപ്പിച്ച് അതിനുശേഷം അദ്ദേഹം എന്നോട് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് സന്ദർശിക്കാനായിട്ട് എന്ന് എന്നോട് പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹം മറ്റു പലരോടും ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ വന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഔദ്യോഗികമായ ക്ഷണം കിട്ടിയിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വരുമായിരുന്നു എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. സമാനമായ സാഹചര്യമാണത്. രാജ്യത്ത് ക്രൈസ്തവ സഭ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കിക്കാണുന്നത്? നമ്മുടെ രാജ്യത്ത് അശാന്തിയും
അസമാധാനവും വിതച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഭീഷണികൾ മുഴങ്ങുകയാണ്. നമുക്ക് അതിനെ ചെറുത്തു നിൽക്കാനുള്ള കഴിവും കരുത്തുമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യുദ്ധം ഒഴിവാക്കുന്നതിന് നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. അതിനെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് ചേരുമ്പോൾ സമാധാനം കൈവരും. ആയുധങ്ങൾ സമാധാനത്തിനുള്ള ഉപകരണങ്ങളല്ല. ആയുധങ്ങൾ നശീകരണത്തിനുള്ള ഉപാധികളാണ്. അതുകൊണ്ട് ആയുധങ്ങൾ താഴെ വച്ച് അനുരഞ്ജനത്തിനും സംഭാഷണത്തിനും നാം തയ്യാറാവണം.